സമരത്തിന് പന്തലിടാൻ അനുവദിക്കാത്തതിലുള്ള പ്രതിഷേധത്തിലാണ് LDF-ന്റെ സമരം തുടങ്ങിയത്. ഇത്രയും 67 MLA-മാർ മഴ കൊള്ളണം എന്ന് പറയുന്ന ഏതെങ്കിലും നിയമമുണ്ടോ? നേതാക്കളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ വിവിധ പോഷക സംഘടനകളുടെ വരവായി. ഇടയ്ക്ക് പന്തലിലെത്തിയ ഡ്യൂപ്പ് മുഖ്യമന്ത്രിയും സരിതയും ജനകീയ വിചാരണ നേരിട്ടു. 3 കൂട്ടം കറികളും പായസവുമായി ഉച്ചഭക്ഷണം. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പന്തലിലിരുന്ന് ഇത് കഴിച്ചു. വീട്ടിൽ നിന്ന് വരുത്തിയ ഭക്ഷണമാണ് VS അച്യുതാനന്ദൻ കഴിച്ചത്. ഈന്തപ്പഴവും കശുവണ്ടിപ്പരിപ്പും പാളയംകോടൻ പഴവും. ലഘുഭക്ഷണമാണ് ആരോഗ്യരഹസ്യമെന്ന് നേതാക്കൾ അത്ഭുതപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം വായനയും ഇടയ്ക്കിടെ ചായകുടിയുമായി MLA-മാർ നേരം കഴിച്ചു. 5:30 VS അച്യുതാനന്ദൻ വീട്ടിലേക്ക് മടങ്ങി. ഇതിനിടെ ഉറക്കച്ചടവിലായവരെ ഉണർത്താൻ ഒഴവർ വിജയന്റെ നർമ്മം കലർന്ന പ്രസംഗം. ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ തനിക്ക് സ്ഥിരമില്ലാത്ത ഒരാൾ കയറിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കതൊരു വലിയ കഷ്ടമായി പോയില്ലോ തോന്നി. ഇപ്പൊ എനിക്ക് തോന്നുന്നു അയാൾ ഇരുന്നാൽ മതിയായിരുന്നു, എന്നാൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുകയില്ലായിരുന്നു. വൈകുന്നേരത്തോടെ കലാകാരന്മാർ താളവാദ്യങ്ങളും പാട്ടുമായി എത്തി സമരപന്തലിൽ ആവേശം നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.